എല്ലാവർക്കും വരദ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് മുതൽ നമ്മൾ PSCയോടനുബന്ധിച്ചുള്ള PSC സോൾവ്ഡ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ക്ലാസ്സുകൾ ആരംഭിക്കുകയാണ്. ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്ത് പഠിക്കുന്നതിലൂടെ നമുക്ക് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വന്നത് എന്ന് മനസ്സിലാക്കാനും അതിന് കൂടുതൽ പ്രാധാന്യം നൽകി പഠിക്കാനും കഴിയുന്നതാണ്. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം: തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ച ഭരണാധികാരി ആരാണ്? 4 ചോയ്സാണ് വരുന്നത്. സ്വാതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്, ഗൗരി പാർവതിബായ്, ധർമ്മരാജ. അപ്പോൾ ഈ 4 ഭരണാധികാരികളിൽ ആരാണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചിരിക്കുന്നത്? ഓർമ്മിക്കുക, ഇതിലെ ആൻസർ ഗൗരി ലക്ഷ്മിബായി ആണ്. ഗൗരി ലക്ഷ്മിബായി ആണ് തിരുവിതാംകൂറിൽ അലോപ്പതി ചികിത്സാ സമ്പ്രദായം ആരംഭിച്ചിരിക്കുന്നത്. ഗൗരി ലക്ഷ്മിബായിയുടെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ്. അടിമ കച്ചവടം 1812 നിരോധിച്ചത് ഗൗരി ലക്ഷ്മിബായി ആണ്. ഓർമ്മിക്കുക, പരീക്ഷയ്ക്ക് PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യത കൂടുതലുള്ള ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിച്ചത് ആരാണ്? ഏത് വർഷം? അടിമ കച്ചവടം ആദ്യമായി തിരുവിതാംകൂറിൽ അടിമ കച്ചവടം നിരോധിക്കുന്നത് 1812 ഗൗരി ലക്ഷ്മിബായി ആണ്. അലോപ്പതിയും വസൂരി വാക്സിനേഷനും ഇവരുടെ ഭരണകാലത്താണ് ആരംഭിച്ചിരിക്കുന്നത്. അഞ്ചൽ എന്ന് പറയുന്ന പോസ്റ്റൽ സമ്പ്രദായം 1811 ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് ആരംഭിക്കുന്നത്. ഓർമ്മിക്കുക, ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് അഞ്ചൽ എന്ന് പറയുന്ന പോസ്റ്റൽ സിസ്റ്റം 1811 ആരംഭിക്കുന്നത്. നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്കല്ല, അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അടുത്ത ഭരണാധികാരിയുടെ കൂടുതൽ വിവരങ്ങൾ പഠിക്കുകയാണ്. സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ പ്രത്യേകത നമുക്ക് എല്ലാവർക്കും അറിയാം. തിരുവിതാംകൂർ ഭരിച്ച ഏറ്റവും പ്രസിദ്ധനായ രാജാക്കന്മാരിൽ അല്ലെങ്കിൽ പ്രസിദ്ധനായ ചക്രവർത്തിമാരിൽ ഒരാളാണ് സ്വാതി തിരുനാൾ. സ്വാതി തിരുനാളിന്റെ കാലഘട്ടം തിരുവിതാംകൂറിന്റെ സുവർണ കാലഘട്ടം എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ദക്ഷിണ ഭോജൻ എന്നും അദ്ദേഹം അറിയപ്പെടുന്നു. ശുചീന്ദ്രൻ കൈമുക്ക് 1836 നിരോധിച്ചത് സ്വാതി തിരുനാളാണ്. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ തന്നെയാണ് 1836 ആദ്യത്തെ സെൻസസ് നടക്കുന്നത്, ജനസംഖ്യാ കണക്കെടുപ്പ്. അദ്ദേഹത്തിന് ഉറക്കാൻ വേണ്ടി പാടി അല്ലെങ്കിൽ തയ്യാറാക്കി എന്ന് പറയപ്പെടുന്ന പാട്ടാണ് ഓമന തിങ്കൾ കിടാവ്. ഇത് രചിച്ചിരിക്കുന്നത് ഇരയിമ്മൻ തമ്പിയാണ്. ഓർമ്മിക്കുക, സ്വാതി തിരുനാളിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ്? തിരുവിതാംകൂറിനെ സുവർണ കാലഘട്ടമായി ഇദ്ദേഹത്തിന്റെ ഭരണത്തെ കണക്കാക്കുന്നു. ദക്ഷിണ ഭോജൻ എന്നറിയപ്പെടുന്നു. ശുചീന്ദ്രൻ കൈമുക്ക് 1836 നിരോധിച്ചത് ഇദ്ദേഹമാണ്. ആദ്യത്തെ ജനസംഖ്യാ സെൻസസ് കണക്കെടുപ്പ് നടത്തിയ ഇദ്ദേഹമാണ്. ഇരയിമ്മൻ തമ്പി ഓമന തിങ്കൾ കിടാവോ എന്ന് പറയുന്ന കാവ്യം രചിച്ചത് ഇദ്ദേഹത്തിന് വേണ്ടിയാണ്. ഇദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലുണ്ടായിരുന്ന ഏറ്റവും പ്രസിദ്ധനായ പാട്ടുകാരനായിരുന്നു ഷഡ്കാല ഗോവിന്ദ മാര എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അടുത്തത് ഗൗരി പാർവതിബായി ആണ്. തിരുവിതാംകൂറിൽ ഊഴിയം നിരോധിച്ചത് ഗൗരി പാർവതിബായി ആണ്. ഊഴിയം എന്ന് പറഞ്ഞാൽ നിർബന്ധിതമായി സൗജന്യമായി സാധാരണക്കാർ ചെയ്ത് കൊടുക്കേണ്ടിയിരുന്ന, ഉയർന്ന വർഗ്ഗക്കാർക്ക് നൽകേണ്ടിയിരുന്ന ഒരു തൊഴിലാണ് ഊഴിയം എന്നറിയപ്പെടുന്നത്. അതായത് സൗജന്യമായി ജോലി ചെയ്തു കൊടുക്കുക. ഇത് നിരോധിച്ചത് ഗൗരി പാർവതിബായി ആണ്. മാത്രമല്ല, സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനായി 1817 അവർ രാജകീയ കൽപ്പന പുറപ്പെടുവിച്ചു. ഓർമ്മിക്കണം, തിരുവിതാംകൂറിൽ ഊഴിയം അഥവാ നിർബന്ധിത ജോലി നിരോധിച്ചത് ഗൗരി പാർവതിബായി ആണ്. സൗജന്യവും നിർബന്ധിതവുമായ പ്രാഥമിക വിദ്യാഭ്യാസം ഉറപ്പുവരുത്താനായി 1817 കൽപ്പന പുറപ്പെടുവിച്ചത് ഗൗരി പാർവതിബായി ആണ്. അടുത്ത ചോയ്സ് ആയിട്ട് വന്നിരുന്നത് ധർമ്മരാജയാണ്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ നാമം, ധർമ്മരാജയുടെ യഥാർത്ഥ നാമം കാർത്തിക തിരുനാൾ ബാലരാമവർമ്മ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്നത്. കിഴവൻ രാജ എന്നും അറിയപ്പെടുന്നു. മാർത്താണ്ഡവർമ്മ അധികാരത്തിലെത്തിയതിനു ശേഷം അല്ലെങ്കിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം തിരുവിതാംകൂറിലെ ഏറ്റവും പ്രസിദ്ധനായിരുന്ന രാജാവ് മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ആളാണ് ധർമ്മരാജ. ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരത്തിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് മാറ്റി. ഓർമ്മിക്കണം, തിരുവിതാംകൂറിന്റെ തലസ്ഥാനം തിരുവനന്തപുരത്തേക്ക് മാറ്റുന്നത്, പത്മനാഭപുരത്ത് നിന്ന് മാറ്റുന്നത് കിഴവൻ രാജയാണ്. ആദ്യം തിരുവിതാംകൂറിന്റെ തലസ്ഥാനം പത്മനാഭപുരമായിരുന്നു. ഓർമ്മിക്കുക.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ 4 ഭരണാധികാരികളെ പഠിച്ചു. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? ആരാണ് തിരുവിതാംകൂറിൽ ആദ്യമായി അലോപ്പതി ഭരണ സമ്പ്രദായം ആരംഭിച്ചത്? ഗൗരി ലക്ഷ്മിബായി ആണ്. ആദ്യത്തെ വനിതാ ഭരണാധികാരിയാണ്. അടിമത്തം നിരോധിച്ചു. അലോപ്പതിയും വസൂരി വാക്സിനേഷനും അലോപ്പതി ചികിത്സയും വസൂരി വാക്സിനേഷനും ആരംഭിച്ചു. അഞ്ചൽ എന്ന് പറയുന്ന പോസ്റ്റൽ സിസ്റ്റം ആരംഭിച്ചു. നമ്മൾ ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി ഏതാണ്? അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. ഓർമ്മിക്കുക, അമേരിക്കൻ കോളനികൾ ഇംഗ്ലണ്ടിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് കാരണമായ ഉടമ്പടി പാരീസ് ഉടമ്പടിയാണ്. പാരീസ് ഉടമ്പടി അനുസരിച്ചാണ് അവർക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇനി മറ്റു കരാറുകളിലേക്ക് കടക്കാം. വേഴ്സായി ഉടമ്പടി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 1919 ജൂൺ 28-നാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇതിലാണ് ഒന്നാം ലോക മഹായുദ്ധം അവസാനിക്കുന്നത്. ഈ അഗ്രിമെന്റിനെയാണ് നമ്മൾ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ അവസാനമെന്നും രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ആരംഭമെന്നും അറിയപ്പെടുന്നു. ഇതിൽ ജർമ്മനിക്കുണ്ടായ അപമാനം, അതാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ഒരു പരിധിവരെ കാരണമായത്. പാരീസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1783 സെപ്റ്റംബർ 3-ആണ്. അടുത്തത് മോസ്കോ ഉടമ്പടി 1963 LTBT ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി. അമേരിക്ക, റഷ്യ, ഇംഗ്ലണ്ട് എന്നീ രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് ആണവ പരീക്ഷണ നിരോധനം അതിനുവേണ്ടി തയ്യാറാക്കിയ നിയമമാണ്. കടലിൽ വെച്ചോ ആകാശത്ത് വെച്ചോ ഭൂമിയിൽ വെച്ചോ ഉള്ള ആണവ പരീക്ഷണങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് അവർ ഒപ്പുവെച്ച കരാറാണ് 1963 LTBT ലിമിറ്റഡ് ടെസ്റ്റ് ബാൻ ട്രീറ്റി എന്നറിയപ്പെടുന്നത്. ബോസ്റ്റൺ ട്രീറ്റി അമേരിക്കയുടെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ്. 1725-ലാണ് ബോസ്റ്റൺ ട്രീറ്റി ഒപ്പുവെക്കുന്നത്. അടുത്ത ചോദ്യം, പ്രഗത്ഭ അല്ലെങ്കിൽ പ്രസിദ്ധനായ സ്വാതന്ത്ര്യ സമര സേനാനി വിപ്ലവകാരി ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? 4 ചോയ്സ് ഉണ്ട്. ലാഹോർ, അമൃത്സർ, റാവൽപിണ്ടി, ഗുരുദാസ്പൂർ. ഇതിൽ അദ്ദേഹത്തിന്റെ ആൻസർ വരുന്നത് ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത് ലാഹോറിലാണ്. പാകിസ്ഥാനിലെ ലാഹോറിലാണ് ഭഗത് സിംഗിന്റെ സ്മാരകമായ ഭഗത് സിംഗ് ചൗക്ക് സ്ഥിതി ചെയ്യുന്നത്. നമുക്കിനി ബാക്കിയുള്ള ആൻസറുകളുടെ എക്സ്പ്ലനേഷനിലേക്ക് കടക്കാം. ലാഹോറിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും പ്രസിദ്ധമായ സമ്മേളനം 1929-ലെ സമ്മേളനം നടന്നത് ലാഹോറിൽ വെച്ചിട്ടാണ്. ഇതിന്റെ പ്രത്യേകത, ഇതിൽ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. അതുവരെ കോൺഗ്രസ് സ്വയംഭരണമാണ് ആവശ്യപ്പെട്ടിരുന്നതെങ്കിൽ ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷം വഹിച്ച ലാഹോർ സമ്മേളനത്തിലാണ് അവരെന്ത് ചെയ്യുന്നത്? പൂർണ്ണ സ്വരാജ് ആവശ്യപ്പെടുന്നത്. അടുത്തത് അമൃത്സർ ആണ്. അമൃത്സറിന്റെ പ്രത്യേകത എന്താണ്? അമൃത്സർ സ്ഥാപിച്ചിരിക്കുന്നത് സിഖ് 4ാമത്തെ ഗുരുവായ ഗുരു രാംദാസ് ആണ്. 1577-ലാണ് ഗുരു രാംദാസ് ഈ പറയുന്ന അമൃത്സർ പട്ടണം സ്ഥാപിച്ചിരിക്കുന്നത്. 1919 ഏപ്രിൽ 13-ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നതും അമൃത്സറിലെ പ്രദേശമായ ജാലിയൻ വാലാബാഗിലാണ്. ഓർമ്മിക്കണം, ഈ അമൃത്സറിലെ ഒരു നഗരമായ ജാലിയൻ വാലാബാഗിലാണ് 1919 ഏപ്രിൽ 13-ന് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ഇതിന് 2 ഡയർമാരുടെ നേതൃത്വമുണ്ട്, തെറ്റിപ്പോകരുത്. റെജിനാൾഡ് ഡയർ എന്ന് പറയുന്ന വ്യക്തിയാണ് വെടിവെപ്പിന് ഉത്തരവ് നൽകിയത്. റെജിനാൾഡ് ഡയർ ആണ് വെടിവെപ്പിന് ഉത്തരവ് നൽകിയത്. അതേസമയത്ത് ഓ ഡയർ ആയിരുന്നു പഞ്ചാബ് ഗവർണർ. ഓർമ്മിക്കുക, ഓ ഡയർ ആയിരുന്നു പഞ്ചാബ് ഗവർണർ. റാവൽപിണ്ടിയുടെ പ്രത്യേകത എന്താണ്? തക്ഷശില എന്ന് പറയപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാല നിലനിന്നിരുന്ന പ്രദേശമാണ് റാവൽപിണ്ടി. ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാല നിലനിന്നിരുന്ന പ്രദേശമാണ് റാവൽപിണ്ടി. തക്ഷശില എന്ന് പറയുന്ന ഏറ്റവും പ്രസിദ്ധമായ സർവകലാശാല നിലനിന്നിരുന്ന പ്രദേശമാണ് റാവൽപിണ്ടി. ഗുർദാസ്പൂരിന്റെ പ്രത്യേകത, അക്ബർ ചക്രവർത്തി സ്ഥാനം ഏറ്റെടുത്ത കലാനൗർ എന്ന് പറയുന്ന പ്രദേശം ഇവിടെയാണ് 1556. ഗുരുദാസ്പൂരിന്റെ പ്രത്യേകത, അക്ബർ ചക്രവർത്തി സ്വന്തം സ്ഥാനം ഏറ്റെടുത്ത
കലനൗർ എന്നറിയപ്പെടുന്ന പ്രദേശം ഈ പറയുന്ന ഗുരുദാസ്പൂരിലാണ്. ഓർമ്മിക്കുക. അടുത്തത് നായങ്കര, അയ്യങ്കാർ എന്നീ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? ഓർമ്മിക്കണം. നായങ്കര, അയ്യങ്കാർ ഭരണരീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം ഏതാണ്? നായങ്കര, അയ്യങ്കാർ രീതികൾ പിന്തുടർന്നിരുന്ന സാമ്രാജ്യം വിജയനഗര സാമ്രാജ്യമാണ്. വിജയനഗര സാമ്രാജ്യമാണ് നായങ്കര, അയ്യങ്കാർ ഭരണരീതികൾ പിന്തുടർന്നത്. കൃഷ്ണദേവരായരുടെ പ്രസിദ്ധമായ വിജയനഗര സാമ്രാജ്യമാണ് നായങ്കര, അയ്യങ്കാർ ഭരണരീതികൾ പിന്തുടർന്നിരുന്നത്. അടുത്തത് മുഗൾ സാമ്രാജ്യത്തിന്റെ പ്രത്യേകത. അവര് സർക്കാർ, പർഗാന എന്നിങ്ങനെയാണ് ഭരണ സമ്പ്രദായങ്ങൾ തിരിച്ചിരുന്നത്. മുഗൾ ഭരണ സമ്പ്രദായത്തെക്കുറിച്ച് മാത്രമായി ഒരു ക്ലാസ് ചെയ്യുന്നതാണ്, അത് വിശദമായി പരാമർശിക്കുന്നതാണ്. ബാമിനിയിൽ പ്രവിശ്യ, തരഫ് എന്നിങ്ങനെ തിരിച്ചിരുന്നു. മറാത്തയുടെ ഭരണ സമ്പ്രദായം പരീക്ഷയ്ക്ക് സ്ഥിരമായി ചോദിക്കുന്നതാണ്, അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നു. മറാത്തയുടെ ഭരണ സമ്പ്രദായം ഓർമ്മിക്കുക, അഷ്ടപ്രധാൻ എന്നാണ് അറിയപ്പെടുന്നത്. മറാത്തയുടെ ഭരണ സമ്പ്രദായം അഷ്ടപ്രധാൻ എന്നറിയപ്പെടുന്നു. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത് 1930-ലാണ്. ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. ഓർമ്മിക്കുക, 1930-ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. 1930-ലല്ല, 1931-ലാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. 1930-ൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം ഇതിന്റെ ഭാഗമായി വന്നതാണ്. 1924-ൽ വൈക്കം സത്യാഗ്രഹം, 1921-ൽ മലബാർ കലാപം. ഒന്നുകൂടി ശ്രദ്ധിക്കുക. 1931-ൽ ഗുരുവായൂർ സത്യാഗ്രഹം, 1930-ൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, ഉപ്പ് സത്യാഗ്രഹം, 1924-ൽ വൈക്കം സത്യാഗ്രഹം, 1921-ൽ മലബാർ കലാപം. അപ്പം നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതുപോലുള്ള ക്ലാസ്സുകൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. പുതിയ ക്ലാസ്സുമായി അടുത്ത ദിവസം കാണാവുന്നതാണ്.